ഹലോ ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിന്റെ 18ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡേ 18 എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ റെഡി ആണല്ലോ അത് റിസീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡേ 17 വരെ നമ്മൾ പലതരത്തിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഫിയർ, നമ്മുടെ ജഡ്ജ്മെന്റ്സ്, നമ്മുടെ ക്രിറ്റിസിസം, അതുപോലെ നമ്മുടെ സ്ട്രെസ് ഒക്കെ ഡീൽ ചെയ്തിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഡേ 18 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഡേ 18 ഈസ് ഓൾ അബൌട്ട് പ്രോസ്പെരിറ്റി. ഡേ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയെ പറ്റിയാണ്. നമ്മളെല്ലാവരും ജീവിതം നല്ല മനോഹരമായിട്ട് എല്ലാത്തിനും സമൃദ്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മുടെ മണി ഏരിയയിലായാലും കരിയറിലായാലും റിലേഷൻഷിപ്സിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ സമൃദ്ധി ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഡേ 18 നമ്മൾ സമൃദ്ധിയെ വരവേൽക്കാൻ നമ്മൾ ഒരുക്കുന്ന ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഡേ 18 മിറർ വർക്കിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഡേ 18 പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ വായിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് കൊതി വന്നിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്കേഴ്സിറ്റി തിങ്കിങ്ങിലാണ് ഇരിക്കുന്നത്. നമുക്ക് അത് കുറവാണ്, ഇത് കുറവാണ്, അല്ലെങ്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു കുറവുള്ള ഒരു ലാക്ക് ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. അത് നമുക്ക് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസ് കൂടെ നമ്മൾ കടന്നു പോകുന്ന എക്സ്പീരിയൻസിലൊക്കെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ സാധിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സമൃദ്ധമായ രീതിയിലുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്രപഞ്ചത്തിന് അത് സാധിച്ചു തരാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് റിലേഷൻഷിപ്പിൽ ലവ് എനർജിയെ നിറയ്ക്കാനായിട്ട് ഈ പ്രപഞ്ച ശക്തിക്ക് എന്തുണ്ട്? മതിയായ അളവിൽ കഴിവുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളിലേക്ക് അത് എത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളൊരു തോട്ട് പാറ്റേണിനെ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളിതിനൊന്നും ഡിസേർവ് അല്ല, നമ്മൾ ഈ ഒരു സമൃദ്ധിയൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഉള്ളിൽ എന്തോ കുറവുള്ള ഒരാളായിട്ട് നമുക്ക് എപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ ചിന്താഗതികളിലുമൊക്കെ അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് പാറ്റേൺസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ഞാൻ ഈ നന്മകളും ഈ സമൃദ്ധിയും ഒക്കെ അനുഭവിക്കാൻ അനുഗ്രഹം നിറഞ്ഞ ഒരാളാണ്, ഡിസേർവ് ചെയ്യുന്ന അർഹതയുള്ള ഒരാളാണ് എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ അഫർമേഷൻസിൽ കൂടെ നമ്മൾ ഓരോ ദിവസവും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാറുമെന്ന് നമുക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡേ 18 നിങ്ങൾ പറയേണ്ടത്, കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു ഡീപ്പായിട്ടുള്ള കുറച്ച് ബ്രീത്ത് എടുക്കുക. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ ഡീപ്പ് ബ്രീത്ത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനും ആങ്സൈറ്റിയും വറിയും ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് വളരെ കാം ഡൗൺ ആയി നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിലേക്ക് വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ എത്തുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഇങ്ങനെ വിരിച്ച് നിന്നിട്ട് ഈ യൂണിവേഴ്സിലേക്ക്, ഈ മഹാപ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഡിയർ യൂണിവേഴ്സ്, ഐ ആം റെഡി ടു ഓപ്പൺ ഓൾ ദ അബൻഡൻസ്. ഈ ഒരു യൂണിവേഴ്സിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സമൃദ്ധിയെയും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ള കാര്യം യൂണിവേഴ്സിനോട് പറയണം. മിറർ വർക്കിൽ കാണുമ്പോൾ മിററിൻ്റെ മുമ്പിൽ കാണുന്ന ആ വ്യക്തിയോട് നിങ്ങൾ പറയാനായിട്ടുള്ള, യു ഡിസേർവ് ഇറ്റ്, നീ ഇത് അർഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം റെഡി ടു ഓപ്പൺ ആൻഡ് ഐ ആം റെഡി ടു റിസീവ് ഓൾ ദി ഗുഡ് ആൻഡ് അബൻഡൻസ് ഇൻ ദ യൂണിവേഴ്സ്. ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ നന്മയും എല്ലാ സമൃദ്ധിയും എല്ലാ നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പണം മാത്രമാണെന്നുള്ള കാര്യം ഒരിക്കലും തെറ്റിദ്ധരിക്കുക. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സമൃദ്ധിയാണ്. സ്നേഹം, അംഗീകാരം, പിന്നെ നമുക്ക് പണം, അതുപോലെ തന്നെ നല്ല ജീവിതം, നല്ല തൊഴിൽ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ സമൃദ്ധിയാണ്. അപ്പോൾ ഇതിനെല്ലാം തരാനായിട്ട് യൂണിവേഴ്സ് മതിയായ ഒരാളാണ്. അപ്പോൾ ആ ഒരു മതിയായ ഒരാളോടാണ് നമ്മൾ പറയുന്നത്, ഞാനിത് സ്വീകരിക്കാൻ തയ്യാറാണ്. യൂണിവേഴ്സ് ഈസ് റെഡി ടു ഗീവ് യു, ആർ യു റെഡി ടു റിസീവ് ദിസ് എന്നുള്ള സംഭവമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് പറയേണ്ടത്, യെസ്, ഐ ആം റെഡി ടു റിസീവ്. അതുപോലെ തന്നെ നിങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് എടുത്ത ഒരു അഫർമേഷനാണ്, മൈ ഇൻകം ഈസ് ഇൻക്രീസിങ് എവറി സിംഗിൾ ഡേ ആൻഡ് ഐ പ്രോസ്പെർ വെയർ എവർ ഐ ടേൺ. ഞാൻ എവിടൊക്കെ തിരിയുന്നു അവിടെയൊക്കെ ഞാൻ സമൃദ്ധിയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വരുമാനം എല്ലാ ദിവസവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊന്നുകൂടെ പറയാം, മൈ ഇൻകം ഈസ് ഇൻക്രീസിങ് എവറി സിംഗിൾ ഡേ ആൻഡ് ഐ പ്രോസ്പെർ വെയർ എവർ ഐ ടേൺ. ഞാൻ എവിടൊക്കെ തിരിഞ്ഞാലും അവിടെയൊക്കെ സമൃദ്ധി എന്നിലേക്ക് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് ഞാൻ എന്നിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്.
അതിനനുസരിച്ച് എൻ്റെ തിങ്കിങ് പോവർട്ടി തിങ്കിങ്ങിൽ നിന്ന് മാറി പ്രോസ്പെരിറ്റി തിങ്കിങ്ങിലേക്കാവുമ്പോൾ എൻ്റെ ജീവിതവും എന്താവും, പ്രോസ്പെറി ചെയ്യാനായിട്ട് തുടങ്ങും, നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്കൊരു സ്കേർസിറ്റി തിങ്കിങ് ആണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന എല്ലാം നേരെ മൈൻഡഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മളൊരു പണം ചിലവാക്കുമ്പോൾ അയ്യോ ദൈവം ഇതെൻ്റെ കയ്യിൽ നിന്ന് പോവാണല്ലോ എന്ന രീതിയിലല്ല നമ്മൾ ഒരിക്കലും പണത്തെ കൈകാര്യം ചെയ്യണം. നമ്മളിൽ പണം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് പണത്തോട് ഗോ മൾട്ടിപ്ലൈ ആൻഡ് കം ബാക്ക് എന്നാണ്. പോയി മൾട്ടിപ്ലൈ ആയിട്ട് തിരിച്ചു വരൂ. ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ചിന്തഗതികളെ നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് മാറും. നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോസ്പെരിറ്റി, ആ സമൃദ്ധി എന്ന് പറയുന്ന അത്രയും നിറഞ്ഞ അളവിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു ഡേ 18 നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ബ്രീത്ത് എടുത്ത് സെറ്റിൽ ആവുക. അതിനുശേഷം കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോട് പറയേണ്ടത് ഐ ആം റെഡി ടു ഓപ്പൺ ഓൾ ദി ഗുഡ് ആൻഡ് അബൻഡൻസ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ഐ ഡിസേർവ് ഇറ്റ്. മൈ ഇൻകം ഈസ് increasing every single day and I prosper wherever I turn. ഞാൻ ഈ യൂണിവേഴ്സിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സമൃദ്ധിയെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ നന്മയ്ക്കും വേണ്ടി ഞാൻ തയ്യാറാണ്. ഞാൻ അതിന് സ്വീകരിക്കാൻ അർഹനാണ്. ഞാൻ എവിടൊക്കെ തിരിയുന്നു അവിടൊക്കെ ഞാൻ സമൃദ്ധിയിലായിരിക്കുന്നു. എല്ലാ ദിവസവും എൻ്റെ സമൃദ്ധി, എൻ്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ ഒരു അബൻഡൻസ് പോർട്ടലിനെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കീ എന്ന് പറയുന്നത്. എപ്പോഴും നന്ദിയോടെ ഇരിക്കുക. നമ്മുടെ ഉള്ളതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ഈ മഹാപ്രപഞ്ചം നമ്മളിലേക്ക് പിന്നെയും നന്ദി പറയാനുള്ള, പിന്നെയും നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ എത്തിച്ചു തരും. സോ പ്രോസ്പർ ആയിട്ടിരിക്കാൻ, സമൃദ്ധിയായിട്ടിരിക്കാൻ നിങ്ങളെ അനുവദിക്കുക. അതിനുള്ള എല്ലാ ചുറ്റുപാടും സാഹചര്യങ്ങളും ഈ യൂണിവേഴ്സിലുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സുസ്ഥിയുടെ ഇത് ഡേ 18 ആണ് സെൽഫ് ലവ് ചലഞ്ചിൻ്റെ. ഡേ 1 തൊട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചാനലിൽ ഡേ 1 തൊട്ടുള്ള വീഡിയോസ് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹീൽ ദ വുമൻ ടു ഹീൽ ദ ഫാമിലി എന്ന ബ്യൂട്ടിഫുൾ മിഷനുമായിട്ട് സുസ്ഥി മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഹീലിംഗ് പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ട്. താഴെ കാണുന്ന വീഡിയോയുടെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും, നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാകും. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ പാർട്ടിസിപ്പേഷൻ. അതോടൊപ്പം തന്നെ ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.